ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? വറക്കാത്ത ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണത്. ഇപ്പോൾ 2 കിലോ ചിക്കൻ ഉണ്ട്. ഇത് അതിലേക്കുള്ള ഒരു 5 സബോള ഉണ്ട്, 4 പച്ചമുളക്, 2 തണ്ട് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടതുണ്ട്, പിന്നെ 3-4 കഷ്ണം വെളുത്തുള്ളി ഉണ്ട്. അതിലിടാനുള്ള തക്കാളി, അരമുറി തേങ്ങ കൊത്തിയത്, ഇത് വെളുത്തുള്ളി, ഉള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് പേസ്റ്റ് ആക്കാനാണ്. ഇതിപ്പോൾ നമ്മുടെ സബോളയും നാളികേരക്കൊത്തും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കണേക്ക് മുന്നേ നല്ലോണം ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒരു തിരുമ്പണം. നല്ലോണം അടുപ്പത്ത് വെക്കണേക്ക് മുന്നേ. അപ്പോഴാണ് നമ്മൾ നല്ലോണം അത് തിരുമ്പിയിട്ടുണ്ട്. തിരുമ്പി കഴിയുമ്പോൾ ആ സബോളയൊക്കെ ഒന്ന് തളർന്നിരിക്കും കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് വഴറ്റിയാലോ? അപ്പോൾ നമ്മളിത് ഇത് നല്ലോണം വാട്ടണം. വാട്ടുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സബോള ഒന്ന് നല്ലോണം ഒന്ന് വാടി കഴിഞ്ഞിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കുക. സബോള കൂടുതൽ എടുക്കണം കേട്ടോ. ഗ്രേവി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സബോള കൂടുതൽ വേണം. പിന്നെ ടേസ്റ്റും കിട്ടണമെന്നുണ്ടെങ്കിലും സബോള കൂടുതൽ വേണം. നമ്മുടെ സബോള നല്ലവണ്ണം വാടിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് നമ്മൾ നല്ലോണം തീ കുറച്ചിട്ടിട്ട് വേണം ഈ സബോള വാട്ടാനായിട്ട്. ഇപ്പം ഒരുവിധം അത് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ടിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഇത് ഒരുവിധം അങ്ങോട്ട് വാടിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കിത് അരച്ച ഗ്രേവി ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇട്ട് നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാലകൾ ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി ഇട്ട്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട്, എന്നിട്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കതിൽ തക്കാളി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി വാടിയിട്ടുണ്ട്. ഇനി മസാലയുടെ പൊടി ഇടുക. ആ പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചി നമ്മളിത് ഇളക്കി നല്ലോണം ഇതാക്കി വയ്ക്കുക. എന്നിട്ട് കറിവേപ്പില എന്നിട്ട് കുറച്ച് നമ്മുടെ ചിക്കൻ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ടാവും. നമ്മൾ വറക്കാത്തതായ കാരണം വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അതൊരു വിധം കൂടെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. നമുക്കിത് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നമുക്കങ്ങനെ ഇളക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു 1/2 സ്പൂണ് പഞ്ചസാര ഇടാം. 1/2 സ്പൂണ് പഞ്ചസാര ഇടാം. പിന്നെ നമ്മുടെ മല്ലിയിലയും വേപ്പിലയും കൂടി ഇതിലിടാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ ഉള്ളി തളിക്കണം. നമ്മൾ വറക്കാണ്ട് വെച്ച കാരണം, ഇറച്ചീനെ വറക്കാണ്ട് വെച്ച കാരണം നമുക്കതിലിത്തിരി ഉള്ളി കാച്ചാം. ഉള്ളി കാച്ചിയിട്ട് അതിൽ കുത്തിപ്പൊടിച്ച മുളക് കുറച്ചിട്ട് മൂപ്പിക്കാം. അപ്പം നമ്മുടെ കുത്തിപ്പൊടിച്ചത് മൂപ്പിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇട്ടിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചിടാം. നമ്മളത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി. ഈ വേപ്പലയും കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക, കഴിച്ച് നോക്കുക. ഈസ്റ്റർ സ്പെഷ്യലാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കല്ലേ.